അമ്നു ഇതെന്നാ ഇതെന്നമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കുഞ്ഞിപ്പത്തില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പാസ്ത കൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഇറച്ചിക്കറിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കും പോലെ നമുക്ക് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞിപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയതിന് ടഫാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സെയിം ടേസ്റ്റ് തന്നെ വരും. പക്ഷേങ്കിൽ അരി കൊണ്ടുള്ള കുഞ്ഞിപ്പത്തിലല്ലാന്ന് മാത്രമാണ്. നമ്മളെ കയ്യിൽ അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പാസ്ത ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ച വെള്ളം, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള പാസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, മക്രോണിയോ ഏത് ടൈപ്പും എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ, 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, അത് വിട്ടുപോയതാണ്. അതാവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഒരു മിക്സി എടുത്തിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയുള്ളി ആണെങ്കിൽ ഒരു 3 ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് വെല്ലുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പിൽ മല്ലിപ്പൊടി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ജീരകത്തിന് പകരമാണ്. പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മതി. ബാക്കി പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആ ടൈമിന് പാസ്ത വന്നിട്ടുണ്ട്. പാസ്ത നമുക്ക് അരിപ്പയിൽ കോരി മാറ്റാം. കണ്ട ഇതുപോലെ വിട്ട് വിട്ട് നിൽക്കുന്നത് ഓയിൽ വെച്ച് കൊടുത്തോണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറ്റി നിൽക്കും. പിന്നെ ഇതുണ്ടല്ലോ, അധികം വെന്തടിയാനും പാടില്ല, കറക്റ്റ് വേവ് തന്നെ കിട്ടണം. ഇനി ഇതാ നമ്മൾ അരപ്പ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. മുളകും മല്ലിയെല്ലാം ഇട്ടുകൊണ്ട് കുറച്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ കറി കണ്ടപ്പം രാത്രിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പാസ്ത കണ്ടത്. അപ്പം പിന്നെ രണ്ടും കൂടി മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉണങ്ങിയ ചുവന്നകായ് മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരമുറി ചെറുങ്ങനെ ചോപ്പയിട്ട് എടുത്തിട്ടുള്ള ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു മണമെല്ലാം വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ രാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ കളറേ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന തേങ്ങേൻ്റെ അരപ്പെല്ലാം വെള്ളയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിൽ നമ്മൾ മിക്സാക്കി എടുക്കണം. കുഞ്ഞിപ്പത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. 2 തരത്തിൽ ചെയ്യലുണ്ട്. ആദ്യം കുഞ്ഞിപ്പത്തിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കും, അല്ലെങ്കിൽ കറി ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കും. ഇനി എല്ലാം കൂടി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇറച്ചിക്കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബീഫായാലും ചിക്കൻ ആയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിപ്പത്തിന് ബെസ്റ്റ് ബീഫാണ്. ബീഫ് ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ നാടൻ ഫുഡ് എന്നും പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ വേർതിരിച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, അത് ഉണക്ക് കായ്മുളക് പൊടിച്ചത് കുറച്ചുള്ളതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഇറച്ചിക്കറി അത്രയില്ല, അതുകൊണ്ടാണ് ഞാൻ അരപ്പിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇറച്ചിക്കറി നല്ലോണം ഉണ്ടെങ്കിൽ അരപ്പിൽ മുളക് പൊടി ഇടണമെന്നേ ഇല്ല. പിന്നെ എരിവിന് വേറൊന്നും വേണ്ടയില്ല, നന്നായിട്ട് കറി വേണം. എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുത്തിട്ട് നമ്മളെ പാസ്ത കുഞ്ഞിപ്പത്തിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. കാരണം കണ്ണൂർ മലബാർ ഏരിയ ഇല്ലാത്ത ആൾക്കാർക്ക് കുഞ്ഞിപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അറിയണമെന്നില്ല. ഓരോരോ പേരിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഒരുവിധം ടേസ്റ്റ് കിട്ടും. ഫുള്ളായിട്ട് അതിൻ്റെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ കുഞ്ഞിപ്പത്തിൽ നമ്മളെ രാത്രിയത്തെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന ഇറച്ചിക്കറിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പാസ്തയിൽ ഉണ്ടാക്കുന്നതിന് വളരെ സ്പൈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ. സാധാരണ ഒരു പാസ്തയും മക്രോണിയെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. ഇത് ഉണ്ടാക്കി കൊടുത്തപ്പം മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇത് സ്പൈസി ആയതുകൊണ്ട്. പക്ഷേ എങ്കിൽ അവർക്ക് കുഞ്ഞിപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുമ്പോൾ തന്നെ ഇതും കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.